ഇന്ന് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഒത്തിരി നാളായി ഈ കട വാച്ച് പോയിട്ട്. അപ്പോൾ ഞാനൊരു വാച്ച് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ജോലിയുടെ ഇടയ്ക്ക് പോയി ഒരു വാച്ചൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോഴാണ് ഇക്ക പറയണത് നമുക്കിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മന്തിക്കടയിൽ കയറി ഇരിക്കുന്ന ടൈമിൽ ഞാൻ നൈസായിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇക്കാനൊക്കെ നോക്കി ഇരുന്നിട്ട് നൈസായിട്ട് അതങ്ങ് കൊടുത്തു കേട്ടോ. അപ്പോൾ ആളൊട്ടും പ്രതീക്ഷിച്ചില്ല ഞാനൊരു ഇങ്ങനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മുഖത്ത് കാണാൻ പറ്റും. കാരണം ആളുടെ വാച്ച് പോയിരിക്കുകയായിരുന്നു. എനിക്കറിയായിരുന്നു വാച്ച് ഒരെണ്ണം മേടിക്കണം. ഇപ്പം എൻ്റെ വേറൊരു വാച്ച് കിടക്കുന്നതാണ് ആൾ കെട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത്തവണ ജോലിയിൽ നിന്ന് വേറൊരു ജോലി സ്ഥലത്തേക്ക് മാറിയതും അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ കയ്യിൽ പൈസയുടെ കുറച്ച് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേടിച്ച് കൊടുക്കില്ല എന്നൊക്കെ ആൾ ഓർത്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ബർത്ത്ഡേക്കും എല്ലാം ഇതിനും മേടിച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് പെട്ടെന്ന് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമായി പോയിട്ടോ. അതുമല്ല ഏറ്റവും കൂടുതൽ ആ ഫേസ് അങ്ങനെ ഇരിക്കാൻ കാരണം എന്താണെന്നറിയോ? അത് വേറൊന്നുമല്ല, 1500 വാച്ചിൻ്റെ റേറ്റ് കിടക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുക ഇത് കൈ കെട്ടുന്ന വാച്ചല്ലേ, അത് ഇത്രയും രൂപയുടെയൊക്കെ വാച്ച് മേടിച്ച് തന്നോ, ഇത്രയും രൂപയുടെ വാച്ച് കെട്ടണോ, അതാണ് ആ ഫേസ് പോണ കണ്ടോ. പക്ഷേ ഇവർ നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തരും. പക്ഷേ അവർ ഒരു ഷർട്ട് മേടിച്ചാലും എന്ത് മേടിച്ചാലും ഏറ്റവും റേറ്റ് കുറഞ്ഞതൊക്കെ നോക്കി അങ്ങനെയൊക്കെ എടുക്കുന്നത് എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരെണ്ണം മേടിച്ചു കൊടുക്കണം നല്ലത് എന്ന് ചിന്തിച്ചായിട്ടിരുന്നത്. അങ്ങനെ മേടിച്ചു കൊടുത്താൽ കേട്ടോ വാച്ച്. എനിക്കും മനസ്സിന് ഭയങ്കര സന്തോഷമായി, ആൾക്കും ഭയങ്കര സന്തോഷമായി. എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല, അത് ഇരിക്കണതാട്ടോ. അത് ആ കാണുന്നത് കണ്ട, ഫേസിലെ എക്സ്പ്രഷൻ കണ്ട. ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നിമിഷങ്ങളൊക്കെ മതിയല്ലോ. അവരുടെ മുഖത്തൊരു സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എന്താ പറയുക ഒരു ഫീലുണ്ട്. അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അവരുടെ മനസ്സിൽ എത്ര സന്തോഷം കിട്ടൂല എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കുമ്പോൾ, അത് എത്ര കുഞ്ഞു സാധനം ആയിക്കോട്ടെ, മേടിച്ചു കൊടുക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സന്തോഷം അത് മറ്റൊന്നിനും കൊടുക്കാൻ പറ്റാത്ത ഒന്നാണ്. അങ്ങനെ കുറേ നേരം ഇട്ടൊക്കെ നോക്കി ഞങ്ങൾ കുറച്ച് ഷോയൊക്കെ ഇറക്കി. അതൊക്കെ കഴിഞ്ഞിട്ട് അത് എടുത്തു വെച്ചു കേട്ടോ. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുഡൊക്കെ വന്നു, പിന്നെ കഴിക്കാനുള്ള ടൈം ആയതുകൊണ്ട് പിന്നെ അത് വേഗം തന്നെ എടുത്തു വെച്ചു. എന്നാലും ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല സന്തോഷമായിട്ടുണ്ട്. അത് മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ പൈസയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണോ. ഇതാണ് ആളുടെ സ്വഭാവം. ഇപ്പോൾ ഒരു ഷർട്ട് മേടിക്കാനാണെങ്കിൽ അന്നേരം പറയും ഇത്രയും വില കൂടിയ ഷർട്ട് എന്തിനാണ്, നമ്മൾ വില പറഞ്ഞാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുള്ളൂ, നമുക്ക് ഡെയിലി ഇടണം, അതിന് വേണ്ടിയിട്ട് ഇത് മതി എന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവമാണ് കേട്ടോ ആളുടെ. ഒത്തിരി റേറ്റിനൊന്നും വേണ്ട, നമുക്ക് ഇട്ടുകൊണ്ട് നടക്കാനുള്ളത് നമുക്ക് മതി എന്നുള്ളൊരു ചിന്തയുള്ള ആളാട്ടോ. എനിക്കൊരു കാര്യത്തിൽ നോക്കുമ്പം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമ്മളെന്തിനാണ് അഹങ്കരിക്കുന്നത്, നമ്മളിപ്പോഴും നമുക്കെന്നും ഉള്ളത് വെറും കുറച്ച് മണ്ണ് മാത്രമാണെന്ന് ചിന്ത വേണം.